അങ്ങനെ കുറച്ച് ദിവസത്തെ പ്ലാനിങ് ശേഷം നമ്മളിത് പറശ്ശിനിലേക്ക് പോവാണ്. നമ്മൾ മാത്രമല്ല കേട്ടോ പോകുന്നത്, നമ്മുടെ കുറച്ച് ഫാമിലി മെമ്പേഴ്സ് കൂടെ ഉണ്ട്. ഇത് എന്റെ ഫ്രണ്ടിന്റെ ഹസ്ബൻഡിന്റെ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഞങ്ങളാണ് വണ്ടി കയറിയത്. അതിനുശേഷം അവരെയും പോയി പിക്ക് ചെയ്തു. അവരും കൂടി വണ്ടിയിൽ വന്നപ്പോഴാണ് ഒരു ട്രിപ്പിന്റെ വൈബ് നമുക്ക് കിട്ടിയത്. കുറച്ച് ദിവസത്തെ പ്ലാനിങ് ആയതുകൊണ്ടാവാം എല്ലാവർക്കും നല്ല ഹാപ്പിനെസ്സും എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ മക്കൾക്ക് നല്ല വിശപ്പായിരുന്നു. അപ്പൊ കയ്യിൽ കുറച്ച് ബ്രെഡും ജാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. ആമിമോള് ബ്രെഡും ജാമൊക്കെ കഴിച്ചു. പക്ഷെ സേമോക്ക് അത്ര ഇഷ്ടമായില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് അവള് വേണ്ട വേണ്ട ഇങ്ങനെ പറയായിരുന്നു. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നേ, അതുകൊണ്ട് ഞങ്ങളും അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. രാവിലെ ഒരു ഗ്ലാസ് ചായ കിട്ടാത്തതിന്റെ ക്ഷീണം നന്നായിട്ടുണ്ടായിരുന്നേ മുഖത്ത്. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ഫുഡാണല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചൊന്ന് സെറ്റായി. ട്രിപ്പ് ഒന്ന് വൈബാക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ചേ. വലിയ ഡാൻസ് ഒന്നല്ല, ഞങ്ങൾക്ക് അറിയാൻ പോലെ കുറച്ച് സ്റ്റെപ്പൊക്കെ ഇട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് കളിച്ചു. ഫസ്റ്റ് ഞങ്ങൾ അങ്ങ് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഓരോരുത്തരെയും പൊന്തി വന്നേ. അങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് സെറ്റായി നിൽക്കുമ്പോഴത്തേക്ക് നമ്മളിതേ പറശ്ശിനിലേക്ക് എത്തി. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇപ്പോൾ എല്ലാവരും കൂടി സെറ്റായി നിൽക്കുകയാണ് പറശ്ശിനിലേക്ക് പോകാൻ വേണ്ടി. അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ടായിരുന്നു പറശ്ശിനിലേക്ക് നടന്നു പോകാൻ വേണ്ടി. അപ്പൊ എല്ലാവരും ഒന്ന് സെറ്റായി നടന്ന് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് മഴയും ചളിയും ഒക്കെ ആയിരുന്നു. കുറച്ച് ദൂരം നടക്കാനും ഉണ്ടായിരുന്നേ. മക്കളൊക്കെ ഉള്ളത് കൊണ്ടായിരുന്നു കേട്ടോ മഴ പെയ്യുന്നതിന് കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നത്. നമ്മൾ മുത്തപ്പന്റെ അടുത്താണല്ലോ പോകുന്നത്, അതിന്റെ ഒരു സന്തോഷം സമാധാനം ഒക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിലും ജാതി മതം ഒന്നും നോക്കാതെ എല്ലാവർക്കും വരാൻ പറ്റിയ ഒരു അമ്പലം, അത് പറശ്ശിനി അല്ലാതെ വേറെ എവിടെയാ. അങ്ങനെ ഫൈനലി നമ്മൾ പറശ്ശിനി എത്തി. ഞാനിപ്പോ ഒരു വർഷമായി പറശ്ശിനിലേക്ക് വന്നിട്ട്. കഴിഞ്ഞ വർഷം ഇതേ ഒരു സമയത്താണ് പറശ്ശിനി വന്നത്. പിന്നെ പുഴയിലൊക്കെ ഒന്ന് ഇറങ്ങി കാലൊക്കെ ഒന്ന് കഴുകി പിന്നെ ഉള്ളിലേക്ക് കയറി. നല്ല മഴയായിരുന്നു കേട്ടോ പുറത്ത്. സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു. ചോറുകൊണ്ട് വന്ന ഒരുപാട് കുഞ്ഞു മക്കളൊക്കെ ഉണ്ടായിരുന്നു. ഉള്ളിൽ കയറി മുത്തപ്പനെയൊക്കെ കണ്ട് തൊഴുതിറങ്ങിയേ. ബോട്ടിങ്ങിനൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക് ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ കേട്ടോ. നമ്മുടെ പ്ലാനിങ്ങിൽ വേറൊരു സ്ഥലം കൂടി ഉള്ളത് കൊണ്ട് ബോട്ടിംഗ് ക്യാൻസൽ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. മോക്ക് പിന്നെ കാണുന്നതൊക്കെ വേണമായിരുന്നു. പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അധിക സമയം അവളെ അവിടെ നിർത്തിയാൽ കാര്യങ്ങൾ വഷളാകും തോന്നിയപ്പം നൈസായിട്ട് കൂട്ടിയിട്ടോ. അല്ലെങ്കിൽ നമ്മളും ചെറുപ്പത്തിൽ ഇതൊക്കെ പോലെ ആയിരിക്കില്ലേ. അങ്ങനെ ഞങ്ങൾ പറശ്ശിനിന്നൊക്കെ ഇറങ്ങി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.